Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആർമിനെ മുഴുവനായിട്ടും ആ യുമീർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ആർമിൻ യുമീറിന്റെ കൺട്രോളിലായതുകൊണ്ട് തന്നെ അവന്റെ ടൈറ്റൻ പവർ ഇപ്പൊ യുമീറിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. റെയ്നർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ തടയാൻ ശ്രമിക്കുമെങ്കിലും ആ നിമിഷം റെയ്നറിന്റെ തല അങ്ങനെ കടിച്ചു പറക്കുകയാണ്. ചോര തുളുമ്പി വേദനയാൽ നിലവിളിക്കുന്നത് കാണുമ്പോൾ ഇവിടെ റെയ്നറിന്റെ അമ്മ അത് കണ്ട് ഞെട്ടും. അവരുടെ മനസ്സ് പിടയും. ഇനിയാണെങ്കിൽ എങ്ങനെയെങ്കിലും റെയ്നറിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കും. ആ സമയം അവിടേക്ക് റൗണ്ട് ചെയ്ത് വന്ന ടൈറ്റൻസ് കോണിക്ക് നേരെ തിരിയാണ്. ഒരു ടൈറ്റനാണെങ്കിൽ ഇപ്പൊ കോണിയെ കടിക്കാനായിട്ട് തല ഉയർത്തും. അത് കണ്ട മിക്കാസയാണെങ്കിൽ അവിടേക്ക് എടുത്ത് ചാടി വന്ന് ഇപ്പോ കോണിയെ പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തുകയാണ്. ക്യാപ്റ്റൻ ലീവായെ കാണിക്കും. ആൾക്കാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റി ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ കിടക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ജീൻ അവനാണെങ്കിൽ റെയ്നറിനെ പിടിച്ചു വലിക്കുകയാണ്. റെയ്നറിനാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എങ്കിലും വലിയ രീതിയിൽ അവന്റെ ജീവന് ഇമ്പാക്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ജീനിന് റെയ്നറിനെ മുഴുവനായിട്ടും വലിച്ചു മുകളിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ഓഡിയം ഗിയർ അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. റെയ്നർ ആണെങ്കിൽ ഇപ്പൊ ജീനിനോട് പറയും, നിന്നെ കൊണ്ട് എന്നെ രക്ഷിക്കാനാവില്ല, നിന്റെ ജീവൻ കൂടെ അത് അപകടത്തിലാവും, എന്നെ കൊണ്ട് ഒരു തവണ കൂടെ ട്രാൻസ്ഫോം ആവാനായിട്ട് കഴിയും. അതിന് ജീനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ട്രാൻസ്ഫോം ആയ ജയിക്കാനായിട്ട് കഴിയുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അത് കേട്ട് ട്രെയിനർ തല താഴ്ത്തും. എനിക്കത് ഉറപ്പില്ല, പക്ഷേ നമ്മൾ സ്കൗട്ട് റെജിമെന്റിലെ സോൾജിയേഴ്സ് ആണ്, നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. തോൽക്കുന്നത് വരെ അല്ലെങ്കിൽ ജയിക്കുന്നത് വരെ പോരാടണം. മറ്റൊരു ഭാഗത്ത് കോണിയെ പൂർണ്ണമായിട്ടും മിക്കാസയ്ക്ക് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മിക്കാസയാണെങ്കിൽ അടുത്തേക്ക് വരുന്ന ടൈറ്റൻസിനെ വെട്ടിയെറിയാണ്. ആ സമയം ആമയുടെ രൂപത്തിലുള്ള ഒരു ടൈറ്റൻ ലീവായുടെ കാലങ്ങനെ കടിച്ച് താഴേക്ക് ഇടുന്നതായിട്ട് അവൻ കാണും. കോണി ഉടനെ കോൺഷ്യസ് ആയി ഇപ്പൊ മാസ്റ്ററിന്റെ പേര് വിളിക്കും. മിക്കാസയാണെങ്കിൽ ഒരുപാട് ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്ത് താഴേക്ക് നോക്കും. ലീവായി, കോണി, ജീൻ അങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്ത് തൂങ്ങിക്കിടക്കുകയാണ്. ലീവായിക്കാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റിക്കഴിഞ്ഞു. മിക്കാസയാണെങ്കിൽ ദേഷ്യപ്പെട്ട് വിളിച്ചു പറയും, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്തു പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ ടൈറ്റൻസിനെ അവളുടെ അടുത്തേക്ക് ആകർഷിക്കുകയാണ്. ആ സമയം ചിറകുള്ള എന്തോ ഒന്ന് പറന്നു വന്ന് മിക്കാസ, ജീൻ, ലീവായ്, കോണി എന്നിങ്ങനെ എല്ലാവരെയും തൂക്കിയെടുത്ത് പറന്നു പോവാണ്. വന്നത് മറ്റാരുമല്ല, ക്യാബിയും ആനിയും ഫാൽക്കോയും. ഫാൽക്കോ ആണ് പറന്നു വന്ന ആ ടൈറ്റൻ. അവനെ കൊണ്ട് ജീൻ ടൈറ്റന്റെ അതുപോലെ തന്നെ പറക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അവരിപ്പോ നമ്മുടെ ആൾക്കാരെ സേവ് ചെയ്തു. അനിയുടെ പപ്പയാണെങ്കിൽ അവളെ കണ്ട് സന്തോഷിക്കും. അവൾ എപ്പോഴും ജീവനോടുകൂടെ ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടും. ഇവിടെ ഗ്യാബിയെ കണ്ട് റെയ്നർ ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെടും. അതിനവൾ പറയും, ഞാനൊരു സോൾജിയർ ആണ്, ഞാനും നിങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യും. ആനി ആണെങ്കിൽ ഇപ്പോൾ റെയ്നറിനോട് പറയും, കിയോമിയുടെ ആ ഒരു വലിയ കപ്പല് അത് മുങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. സിംപ്ലിംഗ് കൊണ്ടല്ല അത് സംഭവിച്ചത്, ഫാൽക്കോയുടെ ട്രാൻസ്ഫർമേഷൻ അതിന് കിയോമി അനുവദിച്ചു. ആ സമയം ട്രാൻസ്ഫോം ആയതുകൊണ്ട് തന്നെ ആ ഒരു കപ്പൽ തകർന്ന് കപ്പൽ വെള്ളത്തിൽ മുങ്ങി. കിയോമിയും ബാക്കിയുണ്ടായിരുന്ന വർക്കിംഗ് സ്റ്റാഫുകളെല്ലാം ഒരു ബോട്ടിൽ കയറ്റി അയച്ച് ഞങ്ങൾ ഇവിടേക്ക് വന്നു. തിരിക്കട്ടെ, ആർമിനും പീക്കും അവരെവിടെ ചോദിക്കും. അതിന് മിക്കാസ പറയും, ആർമിനെ അവൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല പീക്കിനെ ഒരു വലിയ കുന്തത്തിൽ അങ്ങനെ കുത്തി നിർത്തിയിരിക്കുകയാണ്. ആനയാണെങ്കിൽ കളിയാക്കും, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എല്ലാവർക്കും എട്ടിന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അവരെ സേവ് ചെയ്യാന്ന് ആനി പറയും. ഡിവൈ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, നമുക്ക് സൈമിൾട്ടേനിയസ്ലി അറ്റാക്ക് ചെയ്യാം. ഒരു ടീം എങ്ങനെയെങ്കിലും ആർമിനെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം ആർമിന്റെ ആ ഒരു ടൈറ്റൻ ഫോർമേഷൻ അതുകൊണ്ട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പറ്റും. ഒരു ടീം പീക്ക് എയറിന്റെ കാര്യത്തിൽ ചുറ്റിവെച്ച ആ ഒരു ബോംബ് അതെങ്ങനെയും പൊട്ടിത്തെറിപ്പിക്കണം. സോ നമുക്ക് രണ്ട് ഭാഗത്തൂടെ പോയിട്ട് നമ്മുടെ രണ്ടുപേരുടെയും മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാം. ആണെങ്കിൽ എയറിനെ കൊല്ലാനായിട്ട് മനസ്സ് വരില്ല. ലീവായി ആണെങ്കിൽ അവളോട് പറയും, നീ അവൻ നിന്റെ ഫ്രണ്ട് ആണെന്ന് ഓർത്ത് ഈ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയും. കോണി ആണെങ്കിൽ ദേഷ്യപ്പെടും, നീ അത് കണ്ടതല്ലേ, ഫാൽക്കോയ്ക്ക് പറക്കാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ജീവനോട് കൂടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ നമ്മളെല്ലാവരും മരിച്ചിട്ടുണ്ടായേനെ. വേറെ വഴിയില്ലാതെ അവളും അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. മറ്റൊരു ഭാഗത്ത് സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പോ നമ്മുടെ കയ്യിൽ 1 or 2 കനാൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് പറയും. അതേസമയം ആനിയുടെ പപ്പയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ സോൾജിയേഴ്സിന്റെ അടുത്തേക്ക് വരികയാണ്. അവർ എൽഡിയൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞ സോൾജിയേഴ്സ് ആണെങ്കിൽ അവർക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യാണ്. ഉടനെ അതിലുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ വിളിച്ചു പറയും, ഈ ഒരു ലാസ്റ്റ് ടൈമിൽ പോലും ഈ മാർലിയൻസിന് നമ്മൾ എൽഡിയൻസിനോട് വെറുപ്പും പകയുമാണ്. ഇവരെ സഹായത്തിന് കൂട്ടുവിളിക്കാൻ വന്ന നമ്മളാണ് മണ്ടന്മാര്. സത്യത്തിൽ നമ്മൾ ആദ്യം കൊല്ലേണ്ടത് ഇവരെയാണെന്ന് പറയും. അടുത്ത നിമിഷം സെക്രട്ടറി മുള്ളർ അവിടേക്ക് വന്ന് ഈ പറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. അടുത്ത നിമിഷം മാർലിയൻ സോൾജിയേഴ്സിന്റെ മെയിൻ സോൾജിയർ അവിടേക്ക് വന്ന് ഇപ്പൊ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ ശബ്ദം കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്കായി താഴേക്ക് നോക്കും. മനുഷ്യര് അവർ പരസ്പരം വീണ്ടും ഒരവസ്ഥയിൽ തമ്മിൽ അടിക്കുകയാണല്ലോ, തമ്മിൽ ഷൂട്ട് ചെയ്യുകയാണല്ലോ എന്നോർത്ത് നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് വിഷമം തോന്നുകയാണ്. അതേസമയം ആ ടൈറ്റൻസ് ആണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ബേർഡ് ആണെങ്കിൽ വളരെ സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിച്ചു പറക്കും. അടുത്ത നിമിഷം പീക്കാണെങ്കിൽ കൊരങ്ങൻ ടൈറ്റനായി മാറി അവിടേക്ക് അങ്ങനെ ചാടി വീണ് ഓരോരോ ടൈറ്റൻസിനെ ആയിട്ട് അങ്ങനെ കട്ടിച്ച് പറിച്ചുകൊണ്ടേയിരിക്കും. ആ സമയം മറ്റൊരു ടൈറ്റനാണെങ്കിൽ അവളുടെ തല
തട്ടിത്തെറിപ്പിച്ച് അവളുടെ റിയൽ ബോഡി തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അവൾ അവളുടെ കയ്യിൽ മുറിവുണ്ടാക്കി വീണ്ടും ആ കുരങ്ങൻ ടൈറ്റനായി ട്രാൻസ്ഫോം ചെയ്ത് അവളുടെ കൈ ആ ടൈറ്റൻസിനെ എല്ലാം പിടിച്ചു വലിച്ച് മറഞ്ചം പുറഞ്ചോ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ഉടനെ ആ ബേർഡിന്റെ പുറത്ത് വന്നുകൊണ്ടിരുന്ന നമ്മുടെ ആൾക്കാരാണെങ്കിൽ വിയേർഡായിട്ടുള്ള ഒരു ടൈറ്റിനെ അങ്ങനെ പോയിന്റ് ചെയ്യും. അതിനെയാണ് നമുക്ക് തകർക്കേണ്ടതെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ലീവായി ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പോ എർവിൻ സ്മിത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടു, മനസ്സിലാക്കി, അനുസരിച്ചു. ഒരു കാര്യം മാത്രം എനിക്ക് സാധിച്ചില്ല എന്ന് അവൻ അങ്ങനെ മനസ്സിൽ പറയും. ഇവിടെ ആനി ആണെങ്കിൽ ടൈറ്റനായി മാറി ഇപ്പൊ ആ വിയേർഡ് ടൈറ്റന്റെ പിന്നാലെ പോവാണ്. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും അതിന്റെ പിന്നാലെ പോകുമ്പോൾ ആനി ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു വിയേർഡ് ടൈറ്റിന്റെ അടുത്തെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. കട്ട് ചെയ്ത അർമിനാണെങ്കിൽ വീണ്ടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ അത് കാണുന്നില്ലേ, റെയ്നർ, മിക്കാസ, കോണി അങ്ങനെ എല്ലാവരും ഇപ്പൊ പരിക്കുകൾ പറ്റി അവരുടെ ജീവൻ ത്യജിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും അവരില്ലാതാകാം. അവരെയൊക്കെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെയൊക്കെ നശിപ്പിച്ചു കളയുക എന്നതാണോ നിന്റെ ലക്ഷ്യം? അതിനുവേണ്ടിയാണോ നീ ഇത് മുഴുവൻ ചെയ്തു കൂട്ടുന്നത്? അതിനുശേഷം ആർമിൻ ആണെങ്കിൽ അവനെ തന്നെ കുറ്റപ്പെടുത്തും. ആർമിൻ, നീ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു റെസ്പോൺസിബിലിറ്റി പോലും നീ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. എപ്പോഴും നിന്നെ മറ്റുള്ളവർ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു. ഈ സമയത്തെങ്കിലും നീ നിന്നെ തിരിച്ചറിയണം. വേക്കപ്പായി നിന്റെ പവർ എന്താണെന്ന് എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. റംബ്ലിംഗ് ആണെങ്കിൽ ഓൾമോസ്റ്റ് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ടൈറ്റൻസ് എല്ലാം മുൻപോട്ടേക്ക് നടന്നു വന്ന് ജനങ്ങളെ ചവിട്ടി മതിച്ച് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ തകർത്ത് അങ്ങനെ വരികയാണ്. ഇനി ജനങ്ങളുടെ മുൻപിലുള്ളത് വളരെയധികം കുറച്ച് സ്പേസ് മാത്രമാണ്. ഒരമ്മയാണെങ്കിൽ തന്റെ കുഞ്ഞിനെ മറ്റൊരാളുടെ കയ്യിലേക്ക് പാസ് ചെയ്ത് കടലിലേക്ക് വീഴും. ആ കുഞ്ഞിനെ ഓരോരുത്തരായിട്ട് പാസ് ചെയ്ത് ജീവൻ രക്ഷിക്കാനായിട്ട് മുൻപോട്ടേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ കുഞ്ഞ് ഉറക്ക നിലവിളിച്ച് കരയും. ആർമിനാണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കയ്യില് മണ്ണ്. ഞാനിപ്പോ ശരിക്കും മരിച്ചോ അതോ ഞാൻ ഏതെങ്കിലും ഹാലൂസിനേഷനിലാണോ? എനിക്ക് എന്താ സംഭവിക്കണേ? ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ദൂരത്തായിട്ട് വലിയ വെളിച്ചം അവന് കാണാനായിട്ട് കഴിയാണ്. അതെ, ഞാനിപ്പോ ഉള്ളത് ടൈറ്റൻ വേൾഡിലാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആർമിനാണെങ്കിൽ അവനെ തൊട്ടു പുറകിൽ ആ ഒരു താടിക്കാരൻ സീക്കിനെ കാണും. ആർമിനാണെങ്കിൽ അവനോട് സംസാരിക്കും. ഉടനെ അദ്ദേഹം ആണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ടൈറ്റൻ പവർ ഉണ്ടായതെന്നും അത് ആ ലേഡിയിലേക്ക് കൺവേർട്ടായി വന്നതെന്നും അതിനുശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആർമിന് പറഞ്ഞു കൊടുക്കും. ആർമിനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഇപ്പൊ സീക്കിനോട് പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജനങ്ങളെ രക്ഷിക്കണം. എന്റെ ഫ്രണ്ട്സ് അവരുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊക്കെ എന്റെ ഫ്രണ്ട്സിനും ഒരുപാട് ജനങ്ങൾക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നീ അത് കാണുന്നില്ലേ? എങ്ങനെയെങ്കിലും എനിക്കിത് സ്റ്റോപ്പ് ചെയ്യണം. അതിനെന്തെങ്കിലും ഒരു വഴി നീ പറഞ്ഞു തന്നേ പറ്റൂ. അത്രയും പറഞ്ഞതിന് ശേഷം ആർമിനാണെങ്കിൽ ഇപ്പോൾ ഒരു ഇല കയ്യിലെടുക്കും. ആ സമയത്ത് എർനും മിക്കാസയും ആർമിനും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അവന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അവനാണെങ്കിൽ ബോൾ എടുത്ത് താടിക്കാരൻ സീക്കിന്റെ കയ്യിലേക്ക് കൊടുക്കും. അത് കാണുമ്പോൾ അവൻ ചെറുപ്പത്തിൽ ബോൾ പാസ് ചെയ്ത് കളിച്ച ആ ഒരു രംഗം സീക്കിന് ഓർമ്മ വരികയാണ്. കട്ട് ചെയ്തവിടെ വീണ്ടും ഫൈറ്റ് കാണിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും ആർമിനെ സേവ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവന് ചുറ്റും ഇപ്പോൾ ഒരുപാട് ടൈറ്റൻസ് വളഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് ആനിയാണെങ്കിൽ ഒരു ഭാഗത്ത് പെട്ടുപോകും. അപ്പോഴേക്കും ഒരുപാട് ടൈറ്റൻസ് അവളുടെ അടുത്തേക്കും വരും. അതേസമയം ഇവിടെ നമ്മുടെ പെണ്ണാണെങ്കിൽ ചാടി വന്ന് ആ ഒരു വിയേർഡായിട്ടുള്ള ടൈറ്റനെ വെട്ടി എറിയാണ്. അതിന്റെ ബോഡിയിൽ നിന്ന് ഇപ്പോ ആർമിനാണെങ്കിൽ പുറത്തേക്ക് വരും. ആനിയാണെങ്കിൽ അവനെ ക്യാച്ച് ചെയ്യും. അടുത്ത നിമിഷം എർനേഗറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടൈറ്റനാണെങ്കിൽ ഇപ്പോ അവന്റെ തന്നെ ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും അവർ ശ്രദ്ധിക്കുക അത് മറ്റാരുമല്ല, ആ സീക്കാണ്. സീക്കാണെങ്കിൽ ലീവായി നോക്കി അങ്ങനെ കൈവീശി കാണിക്കുകയാണ്. അത് കണ്ട് അവർ വണ്ടർ അടിക്കും. കട്ട് ചെയ്ത ടൈറ്റൻ വേൾഡില് ആർമിനും സീക്കും അവർ രണ്ടുപേരും അവിടെയുള്ള എല്ലാവരോടും ഹെൽപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഒരു വലിയ റംബ്ലിംഗ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സഹായം അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. കട്ട് ചെയ്ത പ്രസന്റിൽ ലീവായി ആണെങ്കിൽ പാഞ്ഞു വന്ന് സീക്കിന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടുകയാണ്. അടുത്ത നിമിഷം ആ റംബ്ലിംഗ് അങ്ങനെ സ്റ്റോപ്പ് ആവും. ജനങ്ങളും ആ കുഞ്ഞും എല്ലാവരും അമ്പരപ്പോട് കൂടെ ആ ഒരു ടൈറ്റൻസിനെ നോക്കും. അവർക്ക് മനസ്സിലായി ഒരു റംബ്ലിംഗ് അതിപ്പോ ജസ്റ്റ് സ്റ്റോപ്പ് ആയിരിക്കുകയാണെന്ന്. കട്ട് ചെയ്ത എറിന്റെ ടൈറ്റൻ ബോഡിയിലുള്ള നമ്മുടെ ആൾക്കാരോട് എല്ലാവരോടും അവിടുന്ന് രക്ഷപ്പെട്ട് മാറാനായി പറഞ്ഞ് വലിയൊരു എക്സ്പ്ലോഷർ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയിൽ എറിന്റെ ടൈറ്റൻ ബോഡി മുഴുവനായിട്ട് തകരും. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ബേർഡിന്റെ ദേഹത്ത് കയറി ദൂരേക്ക് പോകുമ്പോൾ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ആർമിൻ അവനാണെങ്കിൽ എഴുന്നേറ്റ് എറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ടൈറ്റനായി വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കും. അങ്ങനെ ഒരു വിധത്തിൽ റംബ്ലിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ റിലാക്സ് ചെയ്യാണ്. റെയ്നർ ആണെങ്കിൽ പതിയെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കും. ടൈറ്റന്റെ ബാക്ടീരിയൽ ഫോം ആണെങ്കിൽ പതിയെ ഉരുകി ഇല്ലാതാവുകയാണ്. മറ്റൊരു ഭാഗത്ത് മാർലിയൻ ആണെങ്കിൽ ആ LDന് കൈ കൊടുക്കും. അങ്ങനെ എല്ലാവരും ഇപ്പോ പരസ്പരം സഹായിക്കുകയാണ്. ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ആനിയെ വിളിക്കും. അപ്പൊ അവർ കാണും ഒരുപാട് ടൈറ്റൻസ് ഇപ്പോ ആ ഒരു ടൈറ്റൻ ബാക്ടീരിയ അടുത്തേക്ക് ഓടുകയാണ്.
ആ ഒരു ബാക്ടീരിയൽ ഫോം ടൈറ്റൻ ആണെങ്കിൽ ഈ പേറിന്റെ അടുത്തേക്ക് റെയ്നറിന്റെ അടുത്തേക്ക് പാഞ്ഞു വരും. റെയ്നർ ആണെങ്കിൽ അതിനങ്ങനെ പിടിക്കുകയാണ്. റെയ്നർ, ലീവായി, ആ കൊരങ്ങൻ ടൈറ്റൻ, സീക്ക്, അങ്ങനെ എല്ലാവരും ചേർന്ന് അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മിക്കാസ ആണെങ്കിൽ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. എറിനും അവളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാപ്പി മൊമെന്റ്സ് അത് അവൾ ആലോചിക്കുകയാണ്. പ്രസന്റില് അവർ രണ്ടുപേരും വീണ്ടും ഏറ്റുമുട്ടുകയാണ്. അപ്പോ മിക്കാസ ആണെങ്കിൽ എല്ലാവരുടെയും ഹെൽപ്പ് ചോദിക്കും. അവരെല്ലാവരും ഒരുമിച്ച് കൂടി അവനെ തകർക്കാനായിട്ട് വരും. മിക്കാസ ആണെങ്കിൽ എറിന്റെ കഴുത്ത് അതങ്ങനെ വെട്ടിയെറിയാണ്. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ അവനെ ചുംബിക്കുന്ന ആ ഒരു സീന് അത് അവൾക്ക് ഓർമ്മ വരും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആർമിനും എറിനും തമ്മിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കും മിക്കാസയെ കുറിച്ച് എല്ലാം തന്നെ. വീണ്ടും ആർമിനെയും എറിനെയും കാണിക്കുകയാണ്. ആർമിനാണെങ്കിൽ നിനക്ക് മിക്കാസയെ മിസ് ചെയ്യുന്നുണ്ടോ ചോദിക്കും. അതിന് എറിനാണെങ്കിൽ ഇല്ല, ഞാൻ പതിയെ അവളിൽ നിന്നും മാറാനായിട്ട് ശ്രമിക്കുകയാണെന്ന് പറയും. അത് കേട്ട് കലിയിളകിയ ആർമിനാണെങ്കിൽ കൈ ചുരുട്ടി അവന്റെ മുഖത്ത് പഞ്ചിയാണ്. നിന്നെ കൊണ്ട് എങ്ങനെ ഇത് പറയാനായിട്ട് കഴിയുന്നു? അവൾ നിനക്ക് വേണ്ടി ഇത്രയും കാലവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അടുത്ത നിമിഷം എറിനാണെങ്കിൽ പൊട്ടിക്കരയും. സത്യത്തിൽ നിന്നെയും വികാസയും വിട്ടുപിരിയാൻ എനിക്കാവില്ല. പക്ഷെ എന്റെ മരണം അത് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ അകറ്റുകയല്ലാതെ എന്റെ മുൻപിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൻ കരയും. അത് കേട്ട് അർമിൻ ഞെട്ടും. അർമിനാണെങ്കിൽ ചുറ്റും നോക്കും. ഒരുപാട് പേരെങ്ങനെ മരിച്ചു കിടക്കുകയാണ്, രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ഉടനെ എറിൻ പറയും, എന്റെ ഉള്ളിലെ 80% ഹ്യൂമാനിറ്റിയും ഞാൻ എടുത്തു കളഞ്ഞു. അത് കേട്ട് വീണ്ടും ആർമിൻ ദേഷ്യപ്പെടും. എറിനാണെങ്കിൽ ഒരു കാര്യം ഇപ്പൊ ആർമിനോട് പറയും, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ അഞ്ചിയെ പോലുള്ള കുറച്ചു പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. എനിക്കതിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അർമിനാണെങ്കിൽ ഒരു ശങ്കെടുത്ത് ഇപ്പൊ എറിന്റെ കയ്യിൽ കൊടുക്കും. ഞാനും നിന്നോടൊപ്പം ചേരാൻ പോവാണ്. നമ്മൾ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ അതെല്ലാം തീർക്കാനായിട്ട് പോവാണ്. അത് കേട്ട് എറിനേഗർ അവനങ്ങനെ ഷോക്കാവും. ഇപ്പൊ പ്രസന്റില് എറിനേഗറിന്റെ ആ ഒരു വലിയ ടൈറ്റൻ രൂപം അതങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് താഴെ കിടക്കുകയാണ്. അവനാണെങ്കിൽ അതിന്റെ ചുറ്റും നോക്കുമ്പോഴായിരിക്കും മിക്കാസ അവൾ അങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണും. അർമിനാണെങ്കിൽ ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാണ്. ആനി, കോണി, ലീവായി എന്നിങ്ങനെ എല്ലാവരെയും കാണിക്കും. അവരെല്ലാവരും ഇപ്പോൾ വലിയൊരു യുദ്ധത്തിന് ശേഷം അങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയവർക്ക് ഇപ്പോൾ അവരുടെ ബന്ധുക്കളെ, പാരന്റ്സിനെ ഒക്കെ തന്നെ തിരികെ കിട്ടി. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വീണ്ടും ആ ഒരു മാർലിയൻ സോൾജേഴ്സിനെ കാണിക്കും. അവരാണെങ്കിൽ LDSന് നേരെ ഇപ്പോഴും തോക്കങ്ങനെ ചൂണ്ടി നിർത്തിയിരിക്കുകയാണ്. ഉടനെ അതിലൊരു LDN ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങളിത് കാണുന്നില്ലേ, എറിനേഗർ അവൻ മരിച്ചു കഴിഞ്ഞു. ആ മാർലിയൻ കമാൻഡർ ആണെങ്കിൽ നിങ്ങൾ മനുഷ്യരാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറയും. അത് കേട്ട് ഇപ്പോ ആർമിനാണെങ്കിൽ അവിടേക്ക് വരും. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ പോലും ഒരു ടൈറ്റനായി മാറാൻ കഴിയും. പക്ഷേ ഞാനത് ചെയ്യാത്തത് ലോകത്തിൽ സമാധാനം നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ മാത്രമാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ടൈറ്റനായി മാറി നിങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും. പക്ഷേ ഞാനത് ചെയ്യാത്തത് ലോകത്ത് സമാധാനം അത് നിലനിർത്താനാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആദ്യമായി ടൈറ്റനായി മാറിയ ആ ഒരു ലേഡിയെ കാണിക്കും. അവളാണെങ്കിൽ പതിയെ ഇപ്പൊ അവിടുന്ന് ഡിമോളിഷ്ഡായി പോവാണ്. കട്ട് ചെയ്ത ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം, റംബ്ലിങ്ങിനെല്ലാം ശേഷം ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ബാക്ക് ടു ലൈഫിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ കൃഷി ചെയ്തും ചെറിയ ചെറിയ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ തന്നെ അവരുടെ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ കപ്പലിൽ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ഹിസ്റ്റോറി അയച്ച ലെറ്റേഴ്സ് അതങ്ങനെ വായിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അർമിന്റെ അടുത്തേക്ക് വരും. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്റെ നിർദ്ദേശപ്രകാരം എറിനെ നശിപ്പിച്ചു. നശിക്കാൻ പോയിരുന്ന ഈ ഒരു ലോകത്ത് തിരിച്ചു പിടിച്ചു. അതിനെല്ലാം കാരണക്കാരൻ നീയാണ് ആർമിൻ. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ വെപ്പൻസ് ഒക്കെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം എല്ലാവരും ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോയ ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് ആഹാരവും ബേസിക് നീഡ്സും കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടവും എന്നിങ്ങനെ എല്ലാം കൊടുക്കുകയാണ്. പിന്നീട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരുമിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങി കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത എറിനേഗറിന്റെ കല്ലറ കാണിക്കും. അവിടേക്ക് ഒരു പ്രാവ് അങ്ങനെ പറന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.